നമസ്കാരം സാർ. നമസ്തേ. നമ്മുടെ ഇന്ത്യയുടെ മിലിറ്ററി രംഗത്തുള്ള ആധുനികവൽക്കരണം അല്ലെങ്കിൽ പുതിയ വെപ്പൺസ് അക്വയർ ചെയ്യുക, അത് പരീക്ഷിക്കുക, നിർമ്മിക്കുക തുടങ്ങിയ പരിശീലനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം കേൾക്കുന്നത് നമ്മൾ മൗണ്ടൻ റാഡാർ എന്ന് പറയുന്ന സംവിധാനം നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിക്കുകയും അത് തൽക്കാലം 2 വാങ്ങി അത് പരീക്ഷിച്ച് നോക്കാൻ ഉള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഈ മൗണ്ടൻ റാഡാർ കൊണ്ട് എന്താണ് പ്രത്യേകമായി മറ്റ് റാഡാറുകളിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് സാധിക്കുന്നത്, നമുക്കറിയാനുള്ളത്? ഇന്ത്യ പർവ്വതങ്ങളിൽ സ്ഥാപിക്കുന്ന മൗണ്ടൻ റഡാർ ഇപ്പോൾ തന്നെ അത് പൂർണ്ണമായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO ആണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ വികസിപ്പിച്ച ടെക്നോളജി അത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന് കൈമാറിയിട്ടുണ്ട്. അവരാണ് റഡാർ നിർമ്മിക്കുന്നത്. DRDO പലപ്പോഴും ടെക്നോളജി ഫൈനലൈസ് ചെയ്ത് അത് വികസിപ്പിച്ച് എടുക്കും എന്നുള്ളതാണ്. അത് പിന്നീട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കോ സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ ഒക്കെ ഒരു വിലയ്ക്ക് കൈമാറും. പിന്നീട് അവരാണ് അത് ഉണ്ടാക്കി വിറ്റ് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് അവർക്കാണ് പൈസ കിട്ടുന്നത്. അപ്പോൾ അങ്ങിപ്പോൾ ചോദിച്ചല്ലോ എന്താണ് ഈ ഒരു പദ്ധതിയുടെ പിന്നിലെന്ന്. ഈ പദ്ധതിയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ചൈനയുടെയും പാകിസ്ഥാന്റെയും അതിർത്തികളിൽ ഹിമാലയത്തിൽ പർവ്വത ശിഖരങ്ങളിൽ സ്ഥാപിക്കാനാണ് ഈ മൗണ്ടൻ റഡാറുകൾ ലക്ഷ്യം വെക്കുന്നത്. ശരിക്കും ഇത് ഈ പർവ്വതങ്ങളുടെ സമീപത്ത് റഡാറുകൾ പ്രവർത്തിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം പലപ്പോഴും ഈ റേഡിയോ ഫ്രീക്വൻസി തടസ്സപ്പെടും. ഈ ഒരുപാട് മലനിരകളും മരങ്ങളും അതുപോലെ ഈ മൂടൽമഞ്ഞിന്റെ അന്തരീക്ഷവും ഒക്കെ തന്നെ റേഡിയോ ഫ്രീക്വൻസികളുടെ ശക്തി പെട്ടെന്ന് ക്ഷയിപ്പിക്കുകയും പലപ്പോഴും അത് വേണ്ട രീതിയിൽ അവിടെ റഡാർ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അത്തരം വീക്ക്നെസ്സിനെ മറികടക്കുന്ന തരത്തിലുള്ള ഫ്രീക്വൻസികളാണ് ഈ മൗണ്ടൻ റഡാറുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ റേഡിയോ ഫ്രീക്വൻസി പുറപ്പെടുവിച്ച് അത് ലക്ഷ്യസ്ഥാനത്ത് പോയി തട്ടിയിട്ട് തിരിച്ചു വരുമ്പോഴാണല്ലോ റഡാർ എപ്പോഴും അതിന്റെ പൊസിഷനും അങ്ങനെയാണ്. ഇപ്പൊ ശത്രു വിമാനം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് പോകുന്ന റേഡിയോ ഫ്രീക്വൻസി അവിടെ പോയിട്ട് പ്ലെയിനിൽ ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരും. തിരിച്ചു വരാൻ എത്ര സമയം എടുത്തു അത് വെച്ചിട്ട് ലൊക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. കമ്പ്യൂട്ടറുകളാണ് ഉണ്ട് ഇതല്ല. അപ്പോൾ പക്ഷെ പ്രായോഗികമായിട്ട് പലപ്പോഴും ഫ്രീക്വൻസികൾ തടയപ്പെടാറുണ്ട്. അത്തരം തടസ്സങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന ബാൻഡ് വിഡ്ത്തിലുള്ള ഫ്രീക്വൻസികളാണ് ഈ മൗണ്ടൻ റഡാർ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ഇതിനോടനുബന്ധിച്ചുള്ള ആധുനിക കമ്പ്യൂട്ടറുകളാണ്, അത്യന്താധുനിക കമ്പ്യൂട്ടറുകളാണ്. ഈ കമ്പ്യൂട്ടറുകൾ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് പൊസിഷനിങ് കൃത്യമായിട്ട് അത് കണ്ടെത്തും. അപ്പോൾ ആദ്യമായിട്ട് ഇത് സ്ഥാപിക്കാൻ 1950 കോടി രൂപയ്ക്കാണ് പൊതുമേഖലാ സ്ഥാപനമായ BELന് 2 റഡാറുകൾ ഈ കഴിഞ്ഞ ദിവസം ഓർഡർ നൽകുന്നത്. അത് ഗുൽമാർഗിലാണ് ആദ്യത്തെ റഡാർ സ്ഥാപിക്കാൻ പോകുന്നത്. പാകിസ്ഥാന്റെ നമ്മുടെ ഓക്യുപ്പൈഡ് കാശ്മീരിന്റെ ഇപ്പുറത്തെ സൈഡിലായിട്ടായിരിക്കും ഈ റഡാർ സ്ഥാപിക്കാൻ പോകുന്നത്. ഈ ഗുൽമാർഗിൽ ഈ റഡാർ സ്ഥാപിച്ചാൽ അത് വടക്കൻ പാകിസ്ഥാന്റെ പല ഏരിയയും ഈ റഡാർ കവർ ചെയ്യും. അതായത് POK ഏതാണ്ട് മുഴുവനായും തന്നെ ഈ റഡാറിന്റെ പരിധിയിലായിരിക്കും. ഈ റഡാറിന് ഉള്ള ഒരു പ്രത്യേകത, സ്റ്റെൽത്ത് വിമാനങ്ങളെ പോലും തിരിച്ചറിയാൻ പറ്റും. ആ രീതിയിലുള്ള ബാൻഡ് വിഡ്ത്തുള്ള ഫ്രീക്വൻസിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ചൈനയുടെ J-10C എന്ന് പറയുന്ന സ്റ്റെൽത്ത് വിമാനം പാകിസ്ഥാൻ നിരവധി അത്തരം വിമാനങ്ങൾ വാങ്ങുകയാണ് ഇപ്പോൾ. അപ്പോൾ ആ വിമാനങ്ങൾ തിരിച്ചറിയാനും അത് ലൊക്കേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ എൻഗേജ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇത്. ഈ റഡാറുകൾ ഏതാണ്ട് ആക്റ്റീവ്, ഇപ്പൊ പുതിയ യുദ്ധവിമാനങ്ങളിലൊക്കെ ഉള്ള ഒരു റഡാറുണ്ട്, ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർ. ആ റഡാറിന്റെ ഒരു പ്രത്യേകത എയ്സാ റഡാർ എന്നാണ് അത് പറയുന്നത്. അപ്പം ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർ, എയ്സാ റഡാറിന്റെ പ്രത്യേകത, പല അത്യന്താധുനിക എയ്സാ റഡാറുകൾ ഒരേ സമയം 60 ലൊക്കേഷന് ഒക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. 60 ലക്ഷ്യസ്ഥാനങ്ങൾ ഒരേ സമയം ട്രാക്ക് ചെയ്യും. അതിൽ ചിലപ്പോൾ 15ഓ 20ഓ എണ്ണത്തിന് ഒരേ സമയം നേരിടാനും പറ്റും, എൻഗേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കൃത്യമായിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് മിസൈൽ വിടാം. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ റഡാർ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് സിസ്റ്റമായിട്ട് വേണം നമ്മൾ കണക്കാക്കേണ്ടത്. അത് ലൊക്കേഷൻ കണ്ടുപിടിക്കുക മാത്രമല്ല, അതിനോടനുബന്ധിച്ച് ഒരു മിസൈൽ ബാറ്ററി ഉണ്ടാവും, കമ്പ്യൂട്ടർ ഉണ്ടാവും,
ആ, പിന്നെ ഇനി ഇതിനെ പ്രതിരോധിക്കാനും ഉണ്ടാവും. കാരണം ഈ റഡാർ നശിപ്പിക്കുന്ന ആന്റി റേഡിയേഷൻ മിസൈലുകളുടെ കാലമാണ്. റഡാർ ഉണ്ട് ഒരു സ്ഥലത്ത് എന്നുള്ള സൂചന കിട്ടിയാൽ അത് കണ്ടുപിടിച്ച് ആ പിന്നെ റേഡിയോ ഫ്രീക്വൻസി എവിടെ നിന്നാണ് വരുന്ന ആ കേന്ദ്രത്തെ നശിപ്പിക്കുന്ന ആന്റി റേഡിയേഷൻ മിസൈലുകൾ ശത്രു പ്രയോഗിക്കും. അപ്പൊ പിന്നെ കഴിഞ്ഞ യുദ്ധത്തിൽ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ അത്തരം മിസൈലുകൾ പ്രയോഗിച്ചിരുന്നു. അങ്ങനെയാണ് പാകിസ്ഥാന്റെ പല റഡാർ കേന്ദ്രങ്ങളും തകർക്കപ്പെട്ടത്. അപ്പൊ അത് ഇന്ത്യക്കും ബാധകമാണ്. തിരിച്ച് പാകിസ്ഥാൻ വേണമെങ്കിലും ഇന്ത്യയിലേക്ക് ഈ മിസൈൽ അയക്കാം. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ സുപ്പീരിയർ ക്വാളിറ്റിയുള്ള സാധനമുള്ളവൻ ജയിക്കും, അത്രേ ഉള്ളൂ. അതെ, അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പിന്നെ ഒരു മിസൈൽ ഡ്രോൺ പ്രതിരോധ സംവിധാനവും ഇതോടൊപ്പം അവിടെ സ്ഥാപിക്കേണ്ടതുണ്ട്. അപ്പം ഇതൊരു ചിലവേറിയ സംവിധാനമാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് പണ്ട് അവാക്സ് വിമാനങ്ങളുടെ ദൗർലഭ്യം ഉണ്ടായി. ഇപ്പൊ പാകിസ്ഥാന്റെ കൈവശം ഏതാണ്ട് 8ഓളം അവാക്സ്, അതായത് എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, അത്തരം റഡാറുകൾ ഘടിപ്പിച്ച വിമാനങ്ങൾ ആ സിസ്റ്റം മൊത്തമായിട്ട് പാകിസ്ഥാന് 8 എണ്ണത്തോളം ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് ഈ കഴിഞ്ഞ കാലം വരെ 3 എണ്ണമേ ഉള്ളായിരുന്നു. അത് പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതൊരു പരിമിതിയായിരുന്നു. അതിപ്പോൾ സർക്കാർ 12 എണ്ണമാക്കി വർദ്ധിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് പിന്നെ ഇന്ത്യയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായിട്ട് ഇത് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കും. അതായത് നമ്മുടെ പിന്നെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ ലക്ഷദ്വീപിൽ സ്ഥാപിച്ചിരിക്കുന്ന സെൻസറുകൾ, റഡാറുകളുടെ അത്രയും ശക്തിയില്ലെങ്കിലും അവിടുത്തെ പിന്നെ കടലിലെയോ അല്ലെങ്കിൽ കരയിലെയോ ആകാശത്തിലെയോ ചലനങ്ങൾ തിരിച്ചറിയുന്ന സെൻസറുകൾ നമ്മുടെ രാജ്യത്തുടനീളമുണ്ട്. ഈ സെൻസറുകളിൽ നിന്നുള്ള വിവരങ്ങൾ ഒരു സെൻട്രൽ കമാൻഡിലേക്ക് പോവുകയാണ്. ആ കമാൻഡ് പോയിട്ട് അവിടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, അവിടെ ഡാറ്റ പ്രോസസ്സിംഗ് നടക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടാണ്. അതായത് അവാക്സ് വിമാനങ്ങള്, റഡാറുകൾ, സൈനിക റഡാറുകൾ, പിന്നെ എയർപോർട്ടുകളിലുള്ള സിവിലിയൻ റഡാറുകൾ, പിന്നെ ഈ സെൻസറുകൾ, പിന്നെ ഇപ്പോൾ സ്ഥാപിക്കാൻ പോകുന്ന റഡാറുകൾ, ഇതെല്ലാം തന്നെ ഉള്ള വ്യാപകമായ ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ടാണ്. ആ വ്യാപകമായ നെറ്റ്വർക്ക്, ആ നെറ്റ്വർക്കിൽ നിന്നും കിട്ടുന്ന ഡാറ്റ അത് പ്രോസസ് ചെയ്തിട്ട് കൃത്യമായ ലൊക്കേഷൻ കണ്ടുപിടിച്ച് ശത്രുവിനെ തകർക്കുക എന്നുള്ളതാണ്. അതായത് ആധുനിക യുദ്ധം എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ ആണ്. പഴയ കാലത്ത് ഒരു വിമാനം ഒരു ഇൻഡിപെൻഡന്റ് യൂണിറ്റ് ആണ്. ഒരു വിമാനം, യുദ്ധവിമാനം, അത് പറപ്പിക്കുന്ന പൈലറ്റ്, ആ വിമാനത്തിലുള്ള ആയുധങ്ങൾ, ആ വിമാനത്തിന്റെ വേഗത, ഇതൊക്കെയായിരുന്നു ആ വിമാനത്തെ നിയന്ത്രിച്ചത്. ഇന്ന് ഒരു വിമാനവും അങ്ങനെ ഇന്ന് അങ്ങനൊന്നും അല്ല. ഇന്ന് മനുഷ്യന് വളരെ കുറച്ച് കാര്യം, ഓൺബോർഡ് കമ്പ്യൂട്ടറുകളാണ്. വിമാനം ഒരു വലിയ നെറ്റ്വർക്ക്, യുദ്ധവിമാനങ്ങളെല്ലാം തന്നെ വലിയ നെറ്റ്വർക്കിന്റെ ഭാഗങ്ങളാണ്. ആ നെറ്റ്വർക്കിന്റെ ഭാഗമായ വിമാനങ്ങളിലേക്ക് ഈ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന, അതുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന നിരവധി റഡാറുകളുടെയും സെൻസറുകളിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ അവിടേക്ക് എത്തുകയും ആ ഇൻഫർമേഷൻ ഫൈനലി അത് പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റത്തിന്റെ സംവിധാനത്തോടുകൂടി ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്നു. ചിലപ്പോ ഇപ്പോൾ ഒരു വിമാനം ആണ് ഇതിന്റെ പ്രാഥമികമായ ഡാറ്റ അയച്ചതെങ്കിലും ശത്രുവിന്റെ വിമാനത്തിലേക്കോ അല്ലെങ്കിൽ ശത്രുവിന്റെ കേന്ദ്രത്തിലേക്കോ മിസൈൽ വായിക്കുന്നത് ആ വിമാനമാകത്തില്ല. ഏറ്റവും കൃത്യമായ പൊസിഷൻ മറ്റൊരു ഇന്ത്യയുടെ തന്നെ വിമാനത്തിനാണെന്ന് AI കണ്ടുപിടിച്ചാൽ ആ വിമാനത്തിനോടായിരിക്കും ആക്രമിക്കാൻ ആവശ്യപ്പെടുക. അപ്പോ നിരവധി വിമാനങ്ങളുടെ കൂട്ടായ്മ, അതോടൊപ്പമുള്ള ഡ്രോണുകൾ, ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ഒരു ബുദ്ധിയുടെ ഒരു പരീക്ഷണമായിട്ട് യുദ്ധം മാറിക്കഴിഞ്ഞു. ഇതിൽ വിമാനങ്ങളുടെ റോള് ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്, ഒരു കൺട്രോൾ, ഒരു പിന്നെ ഡാറ്റ കളക്ഷൻ പ്ലാറ്റ്ഫോം മാത്രമായിട്ട് മാറുക. ചിലപ്പം ഈ വിമാനങ്ങളോട് പറയും, നിങ്ങളിപ്പോ തൽക്കാലം ഒന്നും ചെയ്യണ്ട, ഭൂമിയിൽ നിന്ന് തന്നെ ഞങ്ങൾ ഒരു മിസൈൽ വിടുക എന്ന് പറയും. അപ്പൊ വിമാനം ഇങ്ങ് തിരിച്ചു പോരാൻ പറയും. ശത്രുവിന്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു S-400 എന്നുള്ള മിസൈൽ ആയിരിക്കും അങ്ങോട്ട് പോകുന്നത്. വിമാനം തിരിച്ചു വരാൻ പറയും. വിമാനം ഈ റിക്കോണിസൻസ് അതുപോലെ ഇന്റലിജൻസ് ഗ്യാതറിംഗ് മാത്രമായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയുള്ള നെറ്റ്വർക്കാണ് ഈ നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ ശരിക്കും പറഞ്ഞാൽ വികസിപ്പിച്ചെടുക്കുന്ന ഇസ്രായേലാണ്. ഇസ്രായേലിന്റെ യുദ്ധങ്ങളിൽ അതിൻ്റെ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ട്രാഫിക് കോൺസ്റ്റബിളിൻ്റെ ജോലി ചെയ്യുന്നത് ഡയറക്ഷൻ കാണിച്ചു തരും, ബാക്കി ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളൂ, മറ്റുള്ളവർ ചെയ്തോളൂ. അതെ അതെ, അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന യുദ്ധങ്ങൾ, അമേരിക്ക നടത്തുന്ന യുദ്ധങ്ങളും
ഈ നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ ആണ്. റഷ്യയുടെ യുദ്ധങ്ങൾ അങ്ങനെയല്ല. റഷ്യയുടെ യുദ്ധങ്ങളിൽ ഇപ്പോഴും വിമാനത്തിന് ഇൻഡിപെൻഡന്റ് റോൾ ഒരുപാടുണ്ട്. അവർക്ക് നെറ്റ്വർക്ക് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇൻഡിപെൻഡന്റ് ആയിട്ട് വിമാനത്തിന് ഒരു റോളുണ്ട്. വിമാനത്തിനും പൈലറ്റിനും അത് അവരുടേതായ റോളുണ്ട്. പക്ഷേ അമേരിക്കൻ യുദ്ധത്തിൽ ഈ F-35 F-22 ഒന്നും ഈ നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ ഇത് വെറും പാട്ട മാത്രമാണ്. നെറ്റ്വർക്കിലാണ് ഇതിന്റെ ശക്തി. ഇനി ഈ ഭൂമിയിൽ സ്ഥാപിച്ച റഡാറൊന്നും മാത്രമല്ല, ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള ഡാറ്റയും ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള ഡാറ്റ ഒരുപോലെ ഒരു സിസ്റ്റത്തിലോട്ട് ഫീഡ് ചെയ്തിട്ട് ആ ഡാറ്റയിൽ നിന്നും ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഹിമാലയത്തിൽ സ്ഥാപിക്കാൻ പോകുന്ന ഈ റഡാറുകൾ തീർച്ചയായിട്ടും നമ്മുടെ ചൈനയുടെ ഭാഗത്താണെങ്കിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ നടക്കുന്ന സ്ഥിതി ഓരോ സംഭവ വികാസങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ ഇപ്പുറത്ത് ഇന്റർനാഷണൽ ബോർഡറിലും അതുപോലെ തന്നെ ലൈൻ ഓഫ് കൺട്രോളിലും LOCയിലും അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ, അതായത് വടക്കൻ പാകിസ്ഥാനെ മുഴുവൻ ഈ ഹിമാലയത്തിലെ റഡാറുകൾ കൊണ്ട് കവർ ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഒരുപക്ഷെ ഈ പറയുന്ന ലൊക്കേഷനിലൊന്നും ആയിരിക്കില്ല സർക്കാർ പുറത്തോട്ട് ലൊക്കേഷൻ വിടുന്നത്, ഒരുപക്ഷെ തെറ്റിദ്ധരിക്കാനായിരിക്കും. യഥാർത്ഥത്തിൽ സ്ഥാപിക്കുന്നത് വേറൊരു സ്ഥലത്തായിരിക്കാം. അതൊക്കെ ഗവൺമെന്റ് രണ്ടൊന്നുമല്ല. എനിക്ക് തന്നെ അറിയാം രണ്ടല്ല എന്ന്. ഞാനത് അങ്ങനെ ഒരു വാർത്ത വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇതൊരു പുതിയ ഒരു സംവിധാനമാണ്. അതായത് ഈ അതിർത്തി വഴിയുള്ള നുഴഞ്ഞുകയറ്റത്തിനെ നേരിടാനുള്ള ഒരു പുതിയ നീക്കമാണ്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. സമയപരിധി ഇതുപോലെ ഇവിടെ നിർത്തുക. ഇത് കേട്ടവർക്ക് ഇനി അതിന്റെ കണ്ടിന്യൂഷൻ അറിയാൻ താല്പര്യം ഉണ്ടാവുകയും ചെയ്യും. തീർച്ചയായിട്ടും അത് വരട്ടെ. നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് ആവശ്യാനുസരണം പുറത്തു വരുന്നതനുസരിച്ച് വാർത്തകൾ നമുക്ക് വിശകലനം ചെയ്യാം. ഓക്കെ.